വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ വിജയ്. മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മുടെ പരീക്ഷ ഇങ്ങോട്ട് അടുക്കാറായിട്ടുണ്ട്. നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട്. നിങ്ങളുടെ പരീക്ഷയിൽ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണണം. ക്ലാസ് കാണുന്നതിന് മുന്നേ തന്നെ വേഗം ലൈക്ക് ചെയ്തേ. അപ്പൊ നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം കേട്ടോ. നമ്മൾ റേഷ്യോ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഒരുപാട് ലൈവുകൾ ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്, അതിൽ ഇലക്കങ്ങൾ വരാം. ഓക്കെ, ബൈ, തുടങ്ങണം. ക്വസ്റ്റ്യൻ നോക്ക്. ദ പ്രൈസ് ഓഫ് എ പെൻ ആൻഡ് എ ബുക്ക് ആർ ഇൻ റേഷ്യോ 3:5. ഒരു പേനയുടെയും ഒരു പുസ്തകത്തിന്റെയും വിലകൾ 3:5 എന്ന അംശബന്ധത്തിലാണ്. പുസ്തകത്തിന് 25 രൂപയാണെങ്കിൽ പേനയ്ക്ക് എത്ര രൂപയാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആദ്യം റേഷ്യോ എത്രയാണെന്ന് എഴുതണം. ആദ്യം ഇവിടെ ശ്രദ്ധിക്കുക, പേനയും ബുക്കുമാണ് ഇവിടുത്തെ മെയിൻ സാധനങ്ങൾ അല്ലെ. അപ്പൊ പേന ഈസ്റ്റു ബുക്ക്. മക്കളെ നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക. പേനയും ബുക്കും ഒരു ചോദ്യത്തിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പേന ഈസ്റ്റു ബുക്ക് എത്രയാടാ? 3:5 ആണ്. എന്താ പറഞ്ഞ 3:5 ആണ്. കാര്യം മനസ്സിലായല്ലോ. ഇവിടെ മക്കളെ പൈസ ആണ് കാണാൻ പറഞ്ഞത്. പേനയുടെയും ബുക്കിന്റെയും പൈസ കാണാൻ പറഞ്ഞാൽ, പ്രൈസ് കാണാൻ പറഞ്ഞാൽ എത്രയാണോ റേഷ്യോ. ഇപ്പൊ പേനയുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3 അല്ലേ. അപ്പൊ പേനയുടെ റേഷ്യോ കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ പേന 3ന്റെ ബാക്കിൽ എക്സ് ഇട്ട് കൊടുക്കണം. അപ്പൊ എപ്പോഴും എക്സ് ഇട്ട് കൊടുത്താൽ എന്തായി പോവും? പേനയുടെ വിലയാണ് കിട്ടുക. അപ്പൊ എക്സ് എപ്പോഴും ഇട്ട് കൊടുത്താൽ എന്താ കിട്ടുക? പേനയുടെ വിലയാണ് കിട്ടുക. അപ്പൊ പേനയുടെ വില 3x ആണ്. അതുപോലെ തന്നെ ബുക്കിന്റെ വില എന്ന് പറഞ്ഞാൽ 5 ആണ് റേഷ്യോ. അപ്പൊ 5ന്റെ ബാക്കിൽ അല്ലെങ്കിൽ 5ന്റെ അവിടെ എന്ത് കൊടുക്കണം? എക്സ് ഇട്ട് കൊടുക്കണം. അപ്പൊ എക്സ് ഇട്ട് കൊടുത്താൽ നമുക്ക് വിലയായിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ദ പ്രൈസ് ഓഫ് എ പെൻ ആൻഡ് എ ബുക്ക് ആർ ഇൻ ദ റേഷ്യോ 3:5. അപ്പൊ പേനയുടെ വില 3x ആയി, ബുക്കിന്റെ വില 5x ആയി. ചോദിച്ചു നോക്ക്. ദ പ്രൈസ് ഓഫ് എ ബുക്ക് ഈസ് 25 റുപ്പീസ്. അതായത് ബുക്കിന്റെ വില 25 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമുക്ക് ബുക്കിന്റെ വില 5x, എക്സ് ഉൾപ്പെട്ട വില എത്രയാണ്? 5x ആണ് ബുക്കിന്റെ വില അല്ലെ. എക്സ് ഉൾപ്പെടുമ്പോ റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചതാ. അപ്പൊ പുസ്തകത്തിന്റെ വില 25 രൂപ എന്ന് പറയുമ്പോ 5x ആണ് നമ്മുടെ പുസ്തകം അല്ലെ. അപ്പൊ 5x ഈക്വൽ ടു നമ്മുടെ പുസ്തകത്തിന്റെ വില എത്രയാണോ? 25. ഓക്കെ, അത് രണ്ടും ഈക്വൽ. ഇതെന്താ പറയുന്നത്? പുസ്തകത്തിന്റെ വില 5x, അതെത്രയാണ്? 25. ഇതിന്ന് എക്സിന്റെ വില കാണാലോ. പറ, ഈ 25 ബൈ അല്ലെ, ഈ ഡിവിഷൻ താഴത്തിറങ്ങും ബൈ 5 ആയിരിക്കും. അപ്പൊ എക്സ് ഈക്വൽ ടു 25/5. ദാറ്റ് ഈസ് ആൻസർ. ഒരേ പൊളി 5 സെറ്റ്. അപ്പൊ 5x, എക്സിന്റെ വില കിട്ടിയിട്ടുള്ളൂ. ഇവിടെ ചോദിച്ചെന്താ? പേനയ്ക്ക് എത്ര രൂപയാണ്? പേനയുടെ വില എന്ന് പറഞ്ഞാൽ 3x അല്ലേ. അപ്പൊ പേന ദാറ്റ് ഈസ് ഈക്വൽ ടു 3x. അപ്പൊ 3 × 5. അപ്പൊ 3x എന്ന് പറയുമ്പോൾ എക്സിന്റെ ബാക്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം? 5 കൊടുക്കണം. അപ്പൊ 3 × 5. ഇതേ നമ്മുടെ ഉത്തരം. ഒരേ പൊളി 15. അപ്പൊ ആൻസർ നിങ്ങൾക്ക് അവിടെ തന്നെ നമുക്ക് കിട്ടും. എത്ര ആൻസർ? 15 റുപ്പീസ് ആണ് പേനയുടെ വില. അപ്പൊ നമുക്ക് അടുത്തൊരു ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്കൊന്ന് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം അല്ലെ. ക്വസ്റ്റ്യൻ നന്നായിട്ട് ചെയ്തു നോക്കാം. ഒരു ത്രികോണത്തിന്റെ കോണുകൾ 1:3:5 എന്ന അംശബന്ധത്തിലാണ്. അപ്പൊ ഒരു ത്രികോണം ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഇതാണ് ആ ത്രികോണം എന്ന് വിചാരിച്ചോ. ഇതൊക്കെ ഒരു ത്രികോണത്തിന്റെ അംശബന്ധം. കോണുകൾ എത്രയാണ്? 1:3:5 എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്. കോണുകളുടെ അംശബന്ധം റേഷ്യോ ആണ് 1:3:5. അത് കോണുകളാക്കി മാറ്റുമ്പോ എത്രയാ വരിക? ഇത് 1x ആയിട്ട് വരും. അല്ലെങ്കിൽ നമുക്ക് എക്സ് എന്ന് പറഞ്ഞാലും മതി. കാരണം എക്സ് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ റേഷ്യോയുടെ കൂടെ അംശബന്ധത്തിന്റെ കൂടെ എക്സ് ഉൾപ്പെട്ടാൽ വിലയാണെങ്കിൽ വില കിട്ടും, കോണാണെങ്കിൽ കോണ് കിട്ടും. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് എക്സ് ഉൾപ്പെട്ടാൽ കിട്ടും. അപ്പൊ നോക്ക്. അപ്പൊ 1 ആണ് നമ്മുടെ റേഷ്യോ, അതിൻ്റെ കൂടെ എക്സ് ഉൾപ്പെട്ടു. അപ്പൊ ഈ കോണിന്റെ അളവ് കിട്ടും. അപ്പൊ അതുപോലെ തന്നെ ഇത് 3 ആണെന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ റേഷ്യോ. അപ്പൊ ഇത് 3 ആകുമ്പോൾ ഈ കോണളവ് എത്രയാ വരിക? 3x. അതുപോലെ ഇത് 5 ആണ് റേഷ്യോ. അപ്പൊ 5 കൂടെ എക്സ് ചേർത്താൽ എന്താ കിട്ടുക? 5x. അത് ആ കോണളവായിട്ട് കിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ കോണുകൾ. ത്രികോണത്തിന്റെ കോണളവുകൾ മുഴുവൻ എത്രയാ വരിക? കൂട്ടിക്കഴിഞ്ഞാൽ 180 ആയിരിക്കും. 3 കോണളവാണ് ത്രികോണത്തിലുള്ളത്. ആ 3 കോണളവ് കൂടെ കൂട്ടിയാൽ 1x + 3x + 5x. ഇത് 3 കൂടെ കൂട്ടിയാൽ 180 ആണെന്ന് നമ്മൾ പഠിച്ചില്ലടോ. നോക്ക് മക്കളെ, നോക്ക്. ഈ 3 സാധനം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 ആണ്. ഒന്ന് കൂട്ടി വെക്കാം. 1x, 3x, 4x, 5x കൂടെ കൂട്ടിയ 9x = 180 ആണ്. അപ്പൊ എക്സ് ഇവിടുന്ന് എങ്ങനെ കിട്ടുക? ഈ 9നെ ഇവിടുന്ന്
താഴത്തിറക്കിയാൽ മതി. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 150 ഡിവൈഡഡ് ബൈ ഈ ചങ്ങയുടെ വരും താഴത്ത് വരും 9, ദാറ്റ് ഈസ് 20 ആയിരിക്കും. അപ്പൊ എക്സിന്റെ വില അവിടെ കിട്ടി 20 ഡിഗ്രി ആണ് മക്കളെ. ഇവിടെ ഓരോ കോണളവല്ലേ കാണാൻ പറഞ്ഞേ. ആദ്യത്തെ കോണളവ് കാണാൻ പറഞ്ഞ 1x എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആ 1 എഴുതിയാലും ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല കേട്ടോ. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വില ഇവിടെ കിട്ടി. അപ്പൊ ഒരു കോണളവ് 20. അടുത്തതാ ഈ 3x എന്ന് പറയുന്ന ഇവിടെ 3x എന്ന് പറയുന്ന ആ കോണളവ് എത്രയാ കിട്ടുക നിങ്ങൾക്കറിയാം? 3 ഇൻറ്റു എക്സിന്റെ വില 20, 3x 60. അപ്പൊ ഈ കോണളവ് 60 ആണ്. അതുപോലെ തന്നെ ഈ 5x കിട്ടണമെങ്കിൽ 5 ഇൻറ്റു ആ 20 കൂട് 20 കൂട്. അപ്പൊ 20 5 20 100. അപ്പൊ ഏതൊക്കെയാണ് കോണളവ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം? ഒന്ന് 20 ഡിഗ്രി, ഒന്ന് 60 ഡിഗ്രി, ഒന്ന് 100 ഡിഗ്രി. ഇതേ നമ്മുടെ ഉത്തരം ഒരേ പൊളി. ഏതൊക്കെ? ഇത് 3. അപ്പൊ ആ ഒരു ചോദ്യം കൂടെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് കഴിഞ്ഞ സാറോട് പറയണം. ക്ലാസ്സിന്റെ ഫീഡ്ബാക്ക് താഴെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഫീഡ്ബാക്കുകളോ ഒക്കെ നേരിട്ട് അറിയിക്കണമെങ്കിലും ഈ ഒരു ഇൻസ്റ്റാഗ്രാം ID വഴി നിങ്ങൾക്ക് അറിയിക്കാം. ഒരു പ്രശ്നവുമില്ല. അപ്പൊ ക്ലാസ് കഴിഞ്ഞ് എക്സാം ഒക്കെ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സാറോട് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ പരീക്ഷ, നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഉപകാരപ്പെട്ടോ, നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് ഈ ID-യിലൂടെ അറിയിക്കണം. ഇനി അതല്ല നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇല്ലെങ്കിൽ ഇതാ താഴെ കമന്റ് സെക്ഷനിൽ അറിയിച്ചാലും മതി. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും ഇതിൽ നേരിട്ട് സാറോട് ചോദിക്കാൻ ഉറപ്പായിട്ടും സാർ റീപ്ലൈ തരും. താങ്ക് യു ആൾ. ഇറ്റ്സ് മീ VGR. അപ്പൊ മറക്കണ്ട, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. താഴെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? നേരിട്ടും പറയാം. താങ്ക് യു. ബൈ.